ഈ ദശാസന്ധിയിൽ മുള പൊട്ടിയ ജീവൻ ചാവിള്ളിയായി ജനിക്കുമെന്ന് ഞാനൊരു ജോത്സ്യനോട് ചോദിച്ചപ്പോ പറഞ്ഞതാ. ജോത്സ്യന്മാരങ്ങനെ പലതും പറയും, അതൊക്കെ അമ്മ വിശ്വസിച്ചാൽ മതി. ദശാസന്ധിയാണ് പോലും. ആ സന്ധിയിലൂടെ നമുക്കൊക്കെ കടന്നു പോകാമെങ്കിലേ ഈ കുഞ്ഞു ജനിക്കും. ഇല്ലടി, ആർക്കും ഈ പ്രതിസന്ധി കാലത്തിലൂടെ അത്ര എളുപ്പം മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതിന്റെ തെളിവാ നിന്ന നിൽപ്പ് എനിക്ക് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചത്. 4 ദിവസം ഞാൻ ബോധമില്ലാതെ ഐസിയുവിൽ കിടക്കേണ്ടി വന്നത് ഇവളുടെ വയറ്റിൽ ഇങ്ങനെ ഒരു ജീവൻ പൊട്ടിമുളച്ചതിന്റെ ദോഷം കൊണ്ടാ. ഞാൻ അതിൽ നിന്ന് ആരുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോന്നതാ. അല്ല, ഞാൻ അറ്റാക്ക് വന്ന് മരിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ വന്നാലോ? അതിന് അമ്മയ്ക്ക് അറ്റാക്ക് വന്നില്ലല്ലോ. അത് അമ്മയുടെ അഭിനയായിരുന്നെന്ന് എനിക്കറിയാം. മഞ്ചാരിയുടെ കല്യാണം മുടക്കാൻ വേണ്ടി അമ്മ ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ച് ഹോസ്പിറ്റലിൽ കിടന്നതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇല്ലാത്ത പഴിയൊന്നും എന്റെ കുഞ്ഞിന്റെ മേൽ കെട്ടിവെക്കാൻ നോക്കണ്ട. എന്താടി, എന്താ നീ പറഞ്ഞത്? ഞാൻ ഹാർട്ട് അറ്റാക്ക് അഭിനയിക്കായിരുന്നോ? എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു അസംബന്ധം പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? എടാ, നീയാണോ ഇവിടെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്? ഇതിലും വേദം ഒരു പാറക്കല്ലുകൊണ്ട് എന്നെ തലക്കടിച്ച് കൊല്ലായിരുന്നില്ലടാ. നീ കേട്ടില്ലടാ ഇന്ദ്ര, നീ കേട്ടില്ലേ ഇവള് പറഞ്ഞത്? നീ സോനയല്ലേ എന്റെ കൂടെ ഹോസ്പിറ്റലിൽ കൂട്ടിരുന്നത്? നിങ്ങൾ ആരും പറയാത്ത ആരോപണം ഒരു ദിവസം പോലും എന്റെ കൂട്ടിരിക്കാത്ത ഇവള് പറയാൻ കാരണം എന്താടാ? ചോദിക്കടാ. എടി, 4 ദിവസം നിന്റെ അമ്മ ബോധക്കേട് അഭിനയിച്ച് കിടക്കുകയായിരുന്നെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോടി? ഉണ്ടോ? നിന്റെയൊക്കെ അറിവോടുകൂടിയാണോ ഇവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇല്ല, ഞങ്ങൾക്കാർക്കും ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ദേ പ്രതിഭേ, നീ അമ്മയ്ക്കെതിരെ ആരോപിച്ചിരിക്കുന്നത് വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ്. എന്നോട് പോലും ഇതുവരെ സൂചിപ്പിക്കാത്തൊരു കാര്യം നീ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞേ പറ്റൂ. ഞാൻ അഭിനയിച്ചതിന് നിന്റെ എന്തെങ്കിലും തെളിവുണ്ടോടി? ഉണ്ടെന്ന്. തെളിവ് എന്റെ അച്ഛന്റെ കയ്യിൽ കാണും. ഓ, എന്റെ അച്ഛനാ എന്നോട് ഈ കാര്യം പറഞ്ഞത്. ഹോ, കടം കയറി മുടിഞ്ഞു അഭയാർത്ഥിയായി വന്നവന് ഈ നാട്ടിൽ പിഴച്ചു പോകാൻ ഞാനും എന്റെ മക്കളും സൗകര്യം ചെയ്തു കൊടുത്തതിന് അവൻ എന്നോട് ഇത് തന്നെ ചെയ്യണം. തന്തയും മോളും പാല് തന്ന കൈക്ക് തന്നെ തിരിച്ചു കൊത്തിയില്ലോടി. അമ്മേ, അമ്മ വിഷമിക്കാതിരിക്കുക. പ്രതിഭയോട് സുധനങ്ങൾ അങ്ങനെ വല്ലതും പറഞ്ഞത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് ചോദിക്കാം. ചോദിച്ചാ പോരാ, ഞാൻ അഭിനയിച്ചതാണെന്ന് അവൻ തെളിയിക്കണം. എന്നിട്ടേ സുശീല ഈ വീട്ടിൽ നിന്ന് ജലപാനം നടത്തൂ.